റഷ്യയിൽ നിന്നും ഇന്ത്യ ഇന്ധനം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് യുഎസുമായി ചില അഭിപ്രായ ഭിന്നതകൾ നിലനിന്നിരുന്നു എന്നത് വാസ്തവമാണ്. അതുമായി ബന്ധപ്പെട്ട ട്രംപിന്റെ പല പ്രസ്താവനകളും നമ്മൾ കണ്ടതാണ്. ഇപ്പോഴിതാ അപ്രതീക്ഷിതമായിട്ടാണ് ഇന്ത്യക്ക് നൽകുന്ന ഇന്ധനത്തിന് റഷ്യ ഇരട്ടി ഡിസ്കൗണ്ട് നൽകിയിരിക്കുന്നത്. ഇന്ത്യയുടെ ഊർജ്ജ മേഖലയെ സംബന്ധിച്ച ഏറ്റവും പുതിയ ഈ സംഭവ വികാസം ആഗോള തന്ത്രപരമായ പിണക്കങ്ങളുടെ പശ്ചാത്തലത്തിൽ വലിയ പ്രാധാന്യമുള്ളതായാണ് വിലയിരുത്തപ്പെടുന്നത്. റഷ്യ ഇന്ത്യക്ക് നൽകുന്ന ക്രൂഡ് ഓയിൽ വിലയിൽ ഇരട്ടി ഡിസ്കൗണ്ട് പ്രഖ്യാപിച്ചത് വിപണിയിലെ മത്സര സാധ്യതകളെയും ജിയോ പൊളിറ്റിക്കൽ ബന്ധങ്ങളെയും തുല്യമായി ബാധിക്കുന്ന നീക്കമാണ്. യുഎസ് റഷ്യ പ്രതിസന്ധി രൂക്ഷമാകുമ്പോൾ ഇന്ത്യയുടെ എണ്ണ വ്യാപാര നയം ഒരു ബാലൻസിംഗ് ആക്ടായി മാറിയിരിക്കുകയാണ്. റഷ്യൻ ക്രൂഡ് ഇറക്കുമതിയിൽ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിലുണ്ടായ കുറവ് ഇന്ത്യൻ ഓയിൽ കമ്പനികൾ വിദേശ സ്രോതസ്സുകൾ വൈവിധ്യമാക്കുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിരുന്നു. കെപ്ലറിന്റെ ഡാറ്റ പ്രകാരം സെപ്റ്റംബറിൽ ഇന്ത്യയുടെ റഷ്യൻ ക്രൂഡ് ഇറക്കുമതി ദിനംപ്രതി 1.61 മില്യൺ ബാരലായി കുറഞ്ഞു. ഗസ്റ്റിന്റെ 1.72 ബില്യണിൽ നിന്ന് ഏകദേശം 16% ഇടിവ്. ഇതോടെ യുഎസ് പ്രസ്താവിച്ചു, ഇന്ത്യ റഷ്യൻ ഇന്ധനത്തെ ആശ്രയിക്കുന്നതിൽ നിന്ന് പിന്മാറുകയാണ്. എന്നാൽ റഷ്യയുടെ മറുപടി വളരെ വേഗത്തിലായിരുന്നു. വിലയിൽ ഇരട്ടി ഡിസ്കൗണ്ട്, അതായത് ഇന്ത്യയെ വീണ്ടും ആകർഷിക്കാൻ ലക്ഷ്യമിട്ട പ്രതീക്ഷിക്കാത്ത ലോട്ടറി ഓഫർ. ഈ നീക്കം റഷ്യയ്ക്ക് ഇരട്ട നേട്ടം നൽകാൻ സാധ്യതയുണ്ട്. ഒന്നാമതായി, യൂറോപ്യൻ യൂണിയനും നാറ്റോ രാജ്യങ്ങളും ഏർപ്പെടുത്തിയ വില നിയന്ത്രണങ്ങളും ഉപരോധങ്ങളും മൂലം തങ്ങളുടേതുപോലെ വലിയ വിപണികളിൽ വിറ്റഴിക്കാനാകാത്ത എണ്ണ ഇന്ത്യ പോലുള്ള വിപണികളിലേക്ക് തിരിച്ചുവിടാൻ റഷ്യയ്ക്ക് കഴിയുന്നു. രണ്ടാമതായി, വില കുറവിലൂടെ ഇന്ത്യ പോലുള്ള വലിയ ഉപഭോക്താവിനെ ദീർഘകാലമായി ബന്ധിപ്പിക്കുവാനും റഷ്യ ആഗ്രഹിക്കുന്നു. യുഎസ് റഷ്യ പിണക്കത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു വശത്തേക്ക് നിസ്സാരമായി നീങ്ങുന്നത് ഇന്ത്യക്ക് തന്ത്രപരമായ അപകടമാകും. ഇന്ത്യ ഇപ്പോൾ യുഎസുമായും റഷ്യയുമായി വ്യാപാര ബന്ധങ്ങൾ ശക്തമാക്കുന്ന അവസ്ഥയിലാണ്. യുഎസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് വ്യക്തമാക്കിയതുപോലെ ഇന്ത്യ അടുത്ത മാസങ്ങളിൽ അമേരിക്കൻ ക്രൂഡ് ഓയിൽ ഇറക്കുമതി വർദ്ധിപ്പിക്കുമെന്നാണ് യുഎസ് പ്രതീക്ഷിക്കുന്നത്. അതിനോടൊപ്പം തന്നെ റീബാലൻസിംഗ് എന്ന പേരിൽ ഇന്ത്യ തന്റെ ഇന്ധന ഇറക്കുമതിയുടെ ഉറവിടങ്ങൾ പുനഃക്രമീകരിക്കുമെന്നും അമേരിക്കൻ വൃത്തങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ റഷ്യയുടെ ഡിസ്കൗണ്ടുകൾ കണക്കിലെടുത്താൽ ഇന്ത്യക്ക് സാമ്പത്തികമായി അതിനെ നിരസിക്കാൻ പ്രയാസമാണ്. ഇപ്പോൾ തന്നെ ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യുന്ന ആകെ ക്രൂഡ് ഓയിലിന്റെ 1/3 റഷ്യൻ ക്രൂഡ് ആണെന്നതാണ് വാസ്തവം. യുഎസിന്റെ വിലയേക്കാൾ നിരവധി ഡോളർ കുറവിൽ ലഭിക്കുന്ന റഷ്യൻ ഓയിൽ ഇന്ത്യൻ റിഫൈനറികൾക്ക് വലിയ ഗുണം ചെയ്യുന്നുണ്ട്. വിലയിൽ ലാഭം ഉണ്ടാക്കുന്നതിനാൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ആഭ്യന്തര വിലയും നിയന്ത്രണത്തിലാക്കാൻ ഇന്ത്യക്ക് കഴിയുന്നുണ്ട്. യുക്രൈൻ ഡ്രോൺ ആക്രമണങ്ങൾ റഷ്യയുടെ റിഫൈനറികളിൽ പ്രവർത്തനക്ഷമത കുറച്ചെങ്കിലും അതുവഴി കച്ചവടത്തിന് ലഭ്യമായ അസംസ്കൃത എണ്ണയുടെ തോത് വർദ്ധിച്ചു. ഈ അധിക സ്റ്റോക്കുകൾ ഇന്ത്യക്കായി റഷ്യ മാറ്റിവെച്ചതാണെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പറയുന്നുണ്ട്. ഇതിലൂടെ റഷ്യ ഇന്ത്യയെ തന്റെ പ്രധാന വാണിജ്യ പങ്കാളിയാക്കി നിലനിർത്താനാണ് ശ്രമിക്കുന്നത്. തന്ത്രപരമായി നോക്കുമ്പോൾ ഇന്ത്യയുടെ ലക്ഷ്യം വ്യക്തമാണ്. രാഷ്ട്ര താൽപര്യങ്ങൾ സംരക്ഷിക്കുമ്പോഴും യുഎസ് റഷ്യ എന്നീ ശക്തികളുമായി സൗഹൃദ ബന്ധം നിലനിർത്തുക. ഒരു പക്ഷത്തെ പൂർണ്ണമായും അനുകൂലിക്കുന്ന നിലപാട് ഇന്ത്യക്ക് ആവശ്യമായില്ല. അതിനാൽ തന്നെയാണ് ഇന്ത്യ മൾട്ടി സോഴ്സിംഗ് എന്ന ആശയം സ്വീകരിച്ച് വിവിധ രാജ്യങ്ങളിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്ന സമീപനം തുടരുന്നത്. 2025 ഒക്ടോബർ മാസത്തിൽ റഷ്യൻ ഇറക്കുമതി വീണ്ടും 1.7 മില്യൺ ബാരൽ പ്രതിദിന നിരക്കിലേക്ക് ഉയരുമെന്ന ക്ലെപ്പറിന്റെ പ്രവചനം ഈ തന്ത്രം ഫലപ്രദമാണെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്കിടയിലും ഇന്ത്യ തന്റെ എണ്ണ സുരക്ഷ ഉറപ്പാക്കുവാനുള്ള മാർഗം കണ്ടെത്തിയിരിക്കുന്നു. അതിനാൽ ഈ ഡിസ്കൗണ്ട് നയതന്ത്രം ഇന്ത്യക്ക് മാത്രമല്ല ആഗോള ഊർജ്ജ രാഷ്ട്രീയത്തിനും ഒരു പുതിയ വഴിത്തിരിവാകാനാണ് സാധ്യത.